ഇന്ന് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പായസമാണ് കേട്ടോ കാണിക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ സാബുദാന എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ചധികം വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കുക. സാബുദാന കുറച്ച് അധികം വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇഷ്ടമുള്ളവർക്ക്. വെന്ത സാബുദാന ഒരു അരിപ്പയിലേക്ക് അരിച്ച് മാറ്റുക. എന്നിട്ട് ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് നെയ്യിൽ ആദ്യം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. അതൊന്ന് കളർ മാറി വരുന്ന സമയത്ത് കുറച്ച് മുന്തിരിയും കൂടെ ഇട്ടിട്ട് വറുത്ത് മാറ്റി വയ്ക്കുക. 125 ഗ്രാം സേമിയയാണ് എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ തന്നെ ഒന്ന് വറുത്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതൊന്ന് കാരമലൈസായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ലിറ്റർ പാലും 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പാല് തിളച്ച് വന്നതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള സാബുദാനയും സേമിയയും ചേർത്ത് കൊടുക്കുക. സേമിയ നന്നായിട്ട് വെന്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. സേമിയ എടുത്ത അതേ കപ്പിൽ 1/4 കപ്പാണ് കേട്ടോ പഞ്ചസാര എടുത്തിട്ടുള്ളത്. പിന്നെ ഏലക്കാപ്പൊടിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത്